എനിക്ക് ഞണ്ട് പറ്റത്തില്ല, കൊഞ്ച് പറ്റത്തില്ല, അതേപോലെ ബീഫ് പറ്റത്തില്ല, ചിലർക്ക് പീനട്സ് പറ്റത്തില്ല. അങ്ങനെയൊക്കെ പല ലിസ്റ്റുകളുടെ എണ്ണം ഇങ്ങനെ കൂടുകയാണ്. അപ്പോൾ എനിക്ക് എരിവും പുളിയും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചോദിക്കും, ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എരിവും പുളിയും പറ്റത്തില്ലല്ലോ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ എരിവും പുളിയും കഴിക്കത്തില്ല. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ അപ്പം ഞണ്ടും കൊഞ്ചും ഒക്കെ പ്രശ്നമാണല്ലോ, അപ്പോൾ എന്ത് ചെയ്യും? ഞങ്ങളത് കഴിക്കത്തില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത് കാര്യം ഇത്, നിങ്ങൾ എത്ര നാൾ എന്തൊക്കെ മാറ്റി വെക്കും? ഇന്ന് ഞണ്ട് പറ്റത്തില്ല, കൊഞ്ച് പറ്റത്തില്ല, ഓക്കെ അത് മാറ്റി വെച്ചു. ചിലർക്ക് ട്യൂണ പറ്റത്തില്ല, അത് മാറ്റി വെച്ചു. പീനട്സ് പറ്റത്തില്ല, മാറ്റി വെച്ചു. ബീഫ് പറ്റത്തില്ല, മാറ്റി വെച്ചു. പാല് പറ്റത്തില്ല, മാറ്റി വെച്ചു. എല്ലാം പറ്റത്തില്ല പറ്റത്തില്ല അത് മാറ്റി വെച്ച് അവസാനം ഒന്നും കാണില്ല നമുക്ക് കഴിക്കാൻ. അതായത് ഇതൊക്കെ മാറ്റി വെക്കുന്ന സമയത്ത് നമുക്കൊരു മെച്ചമുണ്ട്. എന്നാ അധിക പ്രശ്നങ്ങളില്ല. അതായത് നമ്മുടെ അധികം സ്കിൻ പ്രശ്നങ്ങളൊന്നുമില്ല, അധികം വയറ്റിലെ പ്രശ്നമൊന്നുമില്ല, അധികം മൂഡ് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പം നമ്മൾ വിചാരിക്കുക ഓക്കെ ആണോ, ഇത് മാറ്റി വെച്ചാൽ പോരെയെന്ന്. പക്ഷെ അതിൻ്റെ അർത്ഥം അത് ആ പ്രശ്നം ശരിയായെന്നല്ലല്ലോ. സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. അതായത്